ഹായ്, എൻ്റെ പേര് അഡ്വക്കേറ്റ് ലിം വർഗീസ് മാത്യു. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിയമം ഈ ഭൂമിയിൽ പ്രാബല്യത്തിൽ വന്നത്? എല്ലാവരും അവരുടേതായ രീതിയിൽ ശരികളും തെറ്റുകളും ചെയ്തു തുടങ്ങിയായിരുന്നെങ്കിൽ ബാക്കിയുള്ള മനുഷ്യർക്ക് ഇവിടെയുള്ള ജീവിതം സാധ്യമാകുമായിരുന്നു. സോ ഒരു സെറ്റ് ഓഫ് റൂൾസും റെഗുലേഷൻസും എല്ലാ നേഷൻസും ഫോളോ ചെയ്യുകയും അതനുസരിച്ച് അവിടുത്തെ ആളുകൾ പെരുമാറുകയും പരിശ്രമിക്കുകയും അതിനെ ഒബേ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ള ആളുകൾക്കും ആ ഒരു ഹാർമണിയും ഒക്കെ നമുക്ക് നിലനിർത്താനും പറ്റുകയുള്ളൂ. സോ ഈ നിയമത്തിനെ കുറിച്ചുള്ള അറിവ് ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതാണ്. ചെറുപ്രായത്തിൽ തന്നെ ആർജിച്ചെടുക്കുന്ന ഈ അറിവുകൾ നമ്മളെ നേർവഴിയിൽ നടക്കുവാനും പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തരാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് നിയമം. എൻ്റെ പേഴ്സണൽ ലൈഫിൽ തന്നെ ഞാൻ അനുഭവിച്ചൊരു പ്രശ്നത്തിൻ്റെ വെളിച്ചത്തിലാണ് നിയമത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും നിയമം എന്ന വലിയൊരു സംഗതിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾ നേടണമെന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെയാണ് ഞാനൊരു അഡ്വക്കേറ്റ് ആവുന്നത്. സോ ഞാൻ വിചാരിച്ചു, എന്തുകൊണ്ട് നമ്മുടെ ബാല്യത്തിലെ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ നമുക്ക് ഇതിനെക്കുറിച്ച് ഉള്ള അറിവ് പതുക്കെ ഗെയിൻ ചെയ്യുക, അതുവഴി മുന്നോട്ടുള്ള ജീവിതം കുറച്ചും കൂടെ എളുപ്പമാക്കുക എന്നുള്ളത്. നിയമം നമ്മൾ 100% അറിഞ്ഞിരിക്കേണ്ടതാണ്. ഏത് രാജ്യത്ത് നമ്മൾ വസിക്കുന്നു ആ രാജ്യത്തിന് തത്തുല്യമായ നിയമം നമ്മൾ അനുസരിക്കാനും പാലിക്കാനും കടപ്പെട്ടിരിക്കുന്നു. Ignorantia juris non excusat. It's a Latin term in law. That means ignorance of law is not an excuse. നിയമത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കില്ല എന്ന് പറയുന്നത് ഒരിക്കലും അതിനൊരു എക്സ്ക്യൂസ് അല്ല. ഞാനൊരു തെറ്റ് ചെയ്തു, അത് ചെയ്തു കഴിഞ്ഞ് ഞാൻ അറിയുന്നു ആ തെറ്റായിരുന്നുവെന്ന്. അതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മൾ ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ അവിടുത്തെ നിയമങ്ങൾ എന്താണെന്നും എന്ത് ചെയ്യണമെന്നും എന്ത് ചെയ്യണ്ട എന്നും എന്ത് ചെയ്യാതിരുന്നുകൂടാ എന്നും ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്നുള്ളത് വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫോർ ദ ടീനേജേഴ്സ്, നമുക്ക് ലോയുടെ ബേസിക്സിനെ കുറിച്ചൊന്ന് നോക്കിയാൽ, വൈ ഡു വി ഹാവ് ലോസ്? എന്തിനാണ് നമ്മൾ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പാലിക്കേണ്ടത്? കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ, ടു പ്രൊട്ടക്റ്റ് യു, നമ്മളെ നമുക്ക് തന്നെ മറ്റുള്ള അനർത്ഥങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ വേണ്ടി. ടു പണിഷ് റോങ് ഡൂവേഴ്സ്, അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തക്കതായ ശിക്ഷ കൊടുത്ത് ഒരു മാതൃക സെറ്റ് ചെയ്യാൻ വേണ്ടി. ടു മെയിൻറ്റെയിൻ ഓർഡർ, ഒരു ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഈ സമൂഹത്തിൽ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഈ സമൂഹത്തിൽ കഴിഞ്ഞു കൂടിക്കൊള്ളണമെന്നില്ല. സോ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് ലോയുടെ വൺ ഓഫ് ദ മെയിൻ ഫങ്ഷനാണ്. ടു ഗീവ് യുവർ റൈറ്റ്സ്, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നോക്കുകയാണെങ്കിൽ ദ മെയിൻ തിങ് ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. നമുക്ക് ഒരു സിറ്റിസണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഈ രാജ്യം, ഏത് രാജ്യവും അവർക്ക് അവെയിൽ ചെയ്യുന്നുണ്ട്. സോ അതും പാലിക്കപ്പെടേണ്ടത് ലോയുടെ കർത്തവ്യം. ഈസ് ലോ ഓൺലി ഫോർ അഡൽട്സ് എന്ന് ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 18 വയസ്സിന് മേളിലുള്ളവരാണ്. 18 വയസ്സിന് മുകളിലുള്ളവർ മാത്രമാണോ നിയമം പാലിക്കപ്പെടേണ്ടത്? 18 വയസ്സിന് താഴെയുള്ളവർ ചെയ്യുന്ന ക്രൈമുകൾ ക്രൈം അല്ലേ? ഇങ്ങനെ കുറേ സംശയങ്ങൾ നമ്മളിലുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ല, ഇന്ത്യ സ്പെസിഫിക്കലി ചിൽഡ്രൻസ് ആൻഡ് ടീൻസിന് വേണ്ടി ഒരു സെറ്റ് ഓഫ് ലോസും ആക്ട്സും നമ്മളുടെ നിയമവ്യവസ്ഥയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പോക്സോ ആക്ട്, ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, ചൈൽഡ് ലേബർ പ്രൊഹിബിഷൻ ആൻഡ് റെഗുലേഷൻ ആക്ട്, ഗാർഡിയൻസ് ആൻഡ് വാർഡ്സ് ആക്ട്. ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ആക്റ്റുകളാണ്. ദാറ്റ് ആർ സ്പെസിഫിക്കലി മെൻ ഫോർ ചിൽഡ്രൻ ആൻഡ് ടീൻസ്. സോ എൻ്റെ ടീനേജേഴ്സ് ഫ്രണ്ട്സിനോട് എനിക്ക് പറയാനുള്ളത്, ഈവൻ ഇഫ് യു ആർ അണ്ടർ 18, യു ആർ സ്റ്റിൽ റെസ്പോൺസിബിൾ ഫോർ യുവർ ആക്ഷൻസ് ആൻഡ് യു ആർ സ്റ്റിൽ പ്രൊട്ടക്റ്റഡ് ബൈ ലോ. നിങ്ങൾ 18 വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ഷൻസിനെല്ലാം നിങ്ങൾ ഉത്തരവാദികളാണ്. നിങ്ങൾക്ക് നിയമത്തിൻ്റെ സംരക്ഷണം ലഭിക്കുകയും ചെയ്യും. ഇനിയും കുറച്ച് ഡേ ടു ഡേ സിറ്റുവേഷൻസ് നമുക്ക് നോക്കാം, വെയർ ലോ ക്യാൻ ഹെൽപ്പ് യു. സോ ദീസ് ആർ സം എക്സാമ്പിൾ സിനാരിയോസ്. നമുക്ക് എവിടെയൊക്കെ ലോ ഇനിഷ്യേറ്റ് ചെയ്യാമെന്നുള്ളത് അല്ലെങ്കിൽ ലോയുടെ സഹായം എടുക്കാമെന്നുള്ളത്. ഇഫ് സമൺ ട്രൈസ് ടു ടച്ച് യു റോങ്ലി, നിങ്ങളാരെങ്കിലും തെറ്റായ ഒരു രീതിയിൽ തൊടുകയോ ആ സ്പർശനം തെറ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുകയോ ചെയ്താൽ ഒബ്വിയസ്ലി നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അനേകമാണ്. അത് നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്യണം. ബിക്കോസ് നിങ്ങൾക്ക് പറ്റിയത് വേറൊരാൾക്ക് പറ്റരുത് എന്നുള്ളൊരു ബോധം നമ്മളിൽ എപ്പോഴും വേണമെന്നുള്ളതാണ് അതിൻ്റെ സത്യം.
രണ്ടാമത്തെ, ഫ്രണ്ട് സ്റ്റീൽസ് യുവർ ഫോൺ. നിങ്ങളുടെ ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലെങ്കിൽ ഒരു സ്ട്രേഞ്ചർ നിങ്ങളുടെ എന്തെങ്കിലും മോഷ്ടിച്ചു, ഒബ്വിയസ്ലി അതിനും നിങ്ങൾക്ക് ലോയുടെ സഹായം സ്വീകരിക്കാവുന്നതാണ്. സമൺ പോസ്റ്റ് യുവർ ഫോട്ടോ വിത്തൗട്ട് പെർമിഷൻ. നിങ്ങളുടെ പെർമിഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുക, അത് ഓൺലൈൻ മീഡിയാസിൽ പോസ്റ്റ് ചെയ്യുക വിത്തൗട്ട് യുവർ കൺസെൻറ്റ് ആൻഡ് നോളജ്. ഒബ്വിയസ്ലി ദാറ്റ്സ് ഇല്ലീഗൽ ആൻഡ് യു ഹാവ് ടു ടേക്ക് ആക്ഷൻസ് അഗെയിൻസ്റ്റ് ഇറ്റ്. യു ആർ ഫോഴ്സ് ടു വർക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചൈൽഡ് ലേബർ ഇറ്റ്സ് പ്രൊഹിബിറ്റഡ് ഇൻ ഇന്ത്യ. നമ്മൾ ഒരു 18 വയസ്സിന് താഴെയുള്ളൊരു മൈനർ ഒരിക്കലും ഒരു വിധത്തിലുള്ള ജോലികളിലും ഫോഴ്സ്ഫുള്ളി എൻഗേജ് ചെയ്യാൻ പാടില്ലെന്നുള്ളതാണ് നമ്മുടെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് യു ആർ ത്രട്ടൻഡ് ഓൺ സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ വഴി നിങ്ങളെ ആരെങ്കിലും ത്രട്ടൻ ചെയ്യുക, ബുള്ളി ചെയ്യുക, അല്ലെങ്കിൽ ഡീഫെയിം ചെയ്യുക, ഇതിനെല്ലാം നിങ്ങൾക്ക് നിയമത്തിൻ്റെ സഹായം നേടാവുന്നതാണ്. ലോയെക്കുറിച്ച് പറയുമ്പോൾ ദ ലോ ഈസ് മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2, ക്രിമിനൽ ലോ ആൻഡ് സിവിൽ ലോ. നിങ്ങൾക്കെല്ലാം അതിനെപ്പറ്റി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്രിമിനൽ ലോ എന്ന് പറയുന്നത് ക്രിമിനൽ ആക്ടിവിറ്റീസിനെ വിചാരണ ചെയ്യുന്ന കോടതിയാണ് ക്രിമിനൽ കോർട്ട്സ്. അവിടെയാണ് നമുക്ക് അതിന് തത്തുല്യമായ നീതി ലഭിക്കുന്നത്. സിവിൽ ലോസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് ബിറ്റ്വീൻ 2 ഇൻഡിവിജ്വൽസ്. അവർ തമ്മിലുള്ള വസ്തുതർക്കങ്ങൾ, പണം തിരിച്ച് റിട്രീവ് ചെയ്യാനുള്ള മാർഗങ്ങൾ, മാരേജ് റിലേറ്റഡ് ഇഷ്യൂസ്, ഭൂമി സംബന്ധമായ ഇടപാടുകൾ പറ്റുന്ന എൻഗേജ്മെൻറ്റ്സ്, ഇതൊക്കെയാണ് സിവിൽ ലോയിൽ പരാമർശിക്കുന്നത്. സോ ഇതുപോലുള്ള അവസ്ഥകളിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഒഫൻസസിന് ഇതുപോലെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഹെൽപ്പ് ലഭിക്കുക? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പേരൻസ് തന്നെയാണ്. നിങ്ങളുടെ മാതാപിതാക്കളാണ് ഇത് അറിയേണ്ടതും അതിന് വേണ്ട ഗൈഡൻസ് നിങ്ങൾക്ക് തരേണ്ടതും. ഇൻ കേസ് ദേ ആർ നോട്ട് അവൈലബിൾ, നിങ്ങൾക്ക് ചൈൽഡ് ലൈൻ നമ്പറായ 1098 വിളിക്കാവുന്നതാണ്. പിന്നെയുള്ളൊരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഒഫീഷ്യൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി അതും അല്ലെങ്കിൽ ട്രസ്റ്റഡ് NGOs, ലീഗൽ ഹെൽപ്പ് സെൻറ്റേഴ്സ്, ഇതൊക്കെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരുപാട് അവൈലബിളാണ്. ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇനിയുള്ള വീഡിയോകൾ നമ്മൾ വിശദമായി പറയുന്നതായിരിക്കും. സോ ആസ് എ കൺക്ലൂഷൻ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നോയിങ് ദ ലോ ഡസൻറ്റ് മേക്ക് യു എ ലോയർ. ഇറ്റ് മേക്സ് യു സ്മാർട്ട്, സേഫ് ആൻഡ് റെസ്പോൺസിബിൾ. ലോ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇറ്റ് ഈസ് ഇൻ സ്കേറി. ഇറ്റ്സ് യുവർ ഫ്രണ്ട്, യുവർ ഷീൽഡ് ആൻഡ് യുവർ പവർ. ആൻഡ് അറ്റ് ഷാ we will help you understand it one step at a time. Thank you.